ഹായ് ഓൾ, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോൺ റിഡൻ്റെ ഫേമസ് വർക്കായിട്ടുള്ള മാക് ഫ്ലെക്നോ എന്ന് പറയുന്ന വർക്കിനെ കുറിച്ചിട്ടാണ്. ആദ്യം തന്നെ പോയിറ്റിനെ കുറിച്ചിട്ട് നോക്കാം. ജോൺ റിഡൻ എന്ന് പറയുന്നത് റീസ്റ്റോറേഷൻ ഏജിലുള്ള ഗ്രേറ്റസ്റ്റ് റൈറ്ററാണ്. അദ്ദേഹം പോയറ്റാണ്, പ്ലെയറൈറ്റാണ്, ക്രിട്ടിക്കാണ്, അതുപോലെ തന്നെ ആ ഒരു സമയത്തെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ലിറ്റററി ഫിഗർ കൂടിയാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം എന്ന പേരിലാണ്. അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് മാക് ഫ്ലെക്നോ, അനസ് മിർബിലിസ്, ഓൾ ഫോർ ലവ്, ദ ഇന്ത്യൻ എംപറർ, ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത്. മാക് ഫ്ലെക്നോ എന്ന് പറയുന്നത് ജോൺ റിഡൻ്റെ മോക്ക് ഹീറോയിക് സാറ്ററിക്കൽ പോമാണ്. ഈ ഒരു പോം റീസ്റ്റോറേഷൻ സെറ്ററിലെ ബെസ്റ്റ് എക്സാമ്പിളാണ്. റിഡൻ ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ലിറ്റററി എനിമി ആയിട്ടുള്ള തോമസ് ഷെഡ്വെല്ലിനെ, അദ്ദേഹം ഒരു പ്ലെയറായിട്ടാണ് ഈ ഒരു ഷെഡ്വെൽ എന്ന് പറയുന്നത്, അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോം അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഈ ഒരു പോമിൽ ഷാഡ്വെല്ലിൻ്റെ ലാക്ക് ഓഫ് ടാലൻറ്റ്, അതായത് അദ്ദേഹത്തിൻ്റെ കഴിവില്ലായ്മത്തരങ്ങളെയും അതുപോലെ തന്നെ കിങ്ഡം ഓഫ് ഡൾനെസ്, അതായത് ഒരു മന്ദബുദ്ധിയുടെ രാജ്യം ഭരിക്കുന്ന ഒരാൾ എന്ന രീതിക്കാണ് അദ്ദേഹം ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അദ്ദേഹം വിർജിലിൻ്റെയും അതുപോലെ തന്നെ മിൽട്ടൻ്റെയും ഗ്രാൻഡ് സ്റ്റൈൽ ഓഫ് എപ്പിക്കാണ് അദ്ദേഹം ഇമിറ്റേറ്റ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം യൂസ് ചെയ്യുന്ന ഈ ഒരു സ്റ്റൈല് ഒരു ഫൂളിഷ് ടോപ്പിക്കിനെയാണ് അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഷാഡ്വെല്ലിനെ കളിയാക്കുന്ന രീതിക്കാണ് അദ്ദേഹം ഇവിടെ ഈ ഒരു സ്റ്റൈൽ യൂസ് ചെയ്യുന്നത്. ഷാഡ്വെല്ലിനെ കിങ് ഓഫ് നോൺസെൻസ് എന്ന രീതിക്കും അതുപോലെ തന്നെ ഹ്യൂമറസ്, അയേണി, സറ്റയർ എന്നീ രീതിക്കാണ് അദ്ദേഹം ഈ ഒരു പോമ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ജോൺ റിഡന് മാക് ഫ്ലെക്നോയെ കളിയാക്കാൻ വേണ്ടിയിട്ട് പല രീതിക്കുള്ള കമ്പാരിസൺസും കോൺട്രാസ്റ്റും അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോം ഇവിടെ ബിഗിൻ ചെയ്യുന്നത് ഷേഡ്വെല്ലിനെയും റിച്ചാർഡ് ഫ്ലെക്നോയെയും കമ്പാരിസൺ ചെയ്തിട്ടാണ്. ഫ്ലെക്നോ എന്ന് പറയുന്നത് മന്ദബുദ്ധിയുടെ, അതായത് കിങ് ഓഫ് ഡൾനെസ് റൂൾ ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കിങ്ഡം ഷേഡ്വെല്ലിന് കൈമാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിക്കുള്ള കമ്പാരിസണ് എൻ്റയർ പോമിൻ്റെ ടൂണ് തന്നെ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഷെയ്ഡ്വെല്ല് കിങ്ഡം ഓഫ് നോൺസെൻസിന് സക്സസ് ആയെന്നാണ് പറയുന്നത്. ഇതിൽ ഫ്ലെക്നോ തൻ്റെ രാജ്യം ഒരാളെ ഭരിക്കാൻ വേണ്ടിയിട്ട്, അതായത് തൻ്റെ കുട്ടികളിൽ വെച്ചിട്ട് ഏറ്റവും ബുദ്ധിയുള്ള, അതായത് ഈ ഒരു രാജ്യം ഭരിക്കാൻ ഏറ്റവും ബുദ്ധിയുള്ള ഒരു വ്യക്തി ആരെന്ന് ചിന്തിക്കുന്ന സമയത്ത് ഫ്ലെക്നോവിന് തോന്നുന്നത്, അതായത് ഷെയ്ഡ്വെല്ലാണ് ഈ ഒരു രാജ്യം ഭരിക്കാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പദവി ഷെയ്ഡ്വെല്ലിന് കൈമാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിഡൻ ഒരു കളിയാക്കിയ രീതിയിൽ പറയണം, അതായത് ഷെയ്ഡ്വെല്ലിൻ്റെ എല്ലാ കുട്ടികൾക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫൂളിഷ്നെസ് ചെറുപ്പം മുതലേ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ്വെല്ലിനെ മറ്റു പോയറ്റ്സുമായിട്ട് കമ്പാരിസൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. റിഡൻ പറയുന്നുണ്ട്, അതായത് ഷെയ്ഡ്വെല്ലിൻ്റെ പോയറ്റിക് സ്കില്ലിലുള്ള കുറവുകളെ കുറിച്ചിട്ടാണ് അദ്ദേഹം കമ്പാരിസൺ നടത്തുന്നത്. റിഡൻ പറയുന്നത് ഹേവുഡ്, ഷേർലി പോലുള്ള പോയറ്റ്സ് അത്ര വലിയ ഹൈലി സ്കിൽഫുൾ അല്ലെങ്കിൽ കൂടി ഷെയ്ഡ്വെല്ലിനെ കമ്പയർ ചെയ്യുമ്പോൾ അവർ ഏറ്റവും ബെറ്റർ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു കാര്യം ഷെയ്ഡ്വെല്ലിൻ്റെ പോയറ്റിക് ക്വാളിറ്റിയെ ഡിക്ലൈൻ ചെയ്യുന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഷെയ്ഡ്വെല്ലിനെ നൈറ്റുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് അദ്ദേഹം പറയുന്നത് ഷെയ്ഡ്വെല്ലിൻ്റെ ഡൾനെസ്സിനെ കുറിച്ചിട്ട്, അതുപോലെ ക്രിയേറ്റിവിറ്റിയിലുള്ള കുറവിനെ കുറിച്ചിട്ട്, ലിറ്റററി വേൾഡിലുള്ള അദ്ദേഹത്തിൻ്റെ അതായത് കുറവിനെ കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഷെയ്ഡ്വെല്ലിനെ നൈറ്റുമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്, അതായത് നൈറ്റ് എന്ന് പറയുന്നത് ഡാർക്ക്നെസ് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ലൈറ്റ് ആണ്. അതുപോലെ തന്നെ ഷെയ്ഡ്വെല്ലിന് അദ്ദേഹത്തിൻ്റെ പോയറ്റിക് സ്കില്ലിലുള്ള ലാക്ക് ഓഫ് ബ്രില്യൻസ്, ഇൻ്റലക്ച്വൽ ഡെപ്ത്ത്, അതുപോലെ തന്നെ മറ്റുള്ള റൈറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ ഡെപ്ത്ത് വളരെ കുറവാണെന്നാണ് അദ്ദേഹം ഇതിലൂടെ കാണിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ്വെല്ലിനെ ഓക്ക് ട്രീയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഒരു ബിഗ് ഓക്ക് ട്രീ നമുക്ക് ഒരു ഷെയ്ഡ്, അതായത് നമുക്ക് തണൽ തരുന്നൊരു മരമാണ് ഓക്ക് ട്രീ എന്ന് പറയുന്നത്. അദ്ദേഹം ഷെയ്ഡ്വെല്ലിനെ ഓക്ക് ട്രീയുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഇത്രയും ഗാംഭീര്യമാർന്ന ഓക്ക് ട്രീ എന്ന് പറയുന്നത് നമുക്കൊരു ഷെയ്ഡായിട്ട് മാത്രമേ തരുന്നുള്ളൂ. അതിന് തോട്ട്ലെസ് ആണ്, അതുപോലെ തന്നെ അൺഅവെയർ ആണ്. അതുപോലെയാണ് ഷെയ്ഡ്വെൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു മെറ്റാഫറിക്കൽ കമ്പാരിസണ് അദ്ദേഹത്തിന് റൂൾ ചെയ്യുന്നതിൻ്റെ ലേസിനെസ്സിനെയും അതുപോലെ തന്നെ ആർട്ട് ഓഫ് പോയട്രിയിലുള്ള അദ്ദേഹത്തിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ കുറവിനെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ആരിയോണുമായിട്ടുള്ള ഒരു കോൺട്രാസ്റ്റാണ് ഇതിൽ കാണിക്കുന്നത്. ഷെയ്ഡ്വെല്ലും ആരിയോണും തമ്മിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കമ്പാരിസൺ ഇവിടെ നടത്തുന്നത്.
ആരിയോൺ എന്ന് പറയുന്നത് മിത്തിക്കൽ ഗ്രീക്ക് പോയറ്റും അതുപോലെ തന്നെ ഒരു മ്യൂസിഷ്യനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ആർട്ടിസ്റ്റിക് എക്സലൻസിലൂടെയാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത്. മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഷാഡ്വെൽ, അതായത് ഷാഡ്വെൽ എന്ന് പറയുന്നത് ഈ ഒരു പോമൽ മോക്ക് ചെയ്യപ്പെട്ട, അതായത് കളിയാക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു ഷാഡ്വെല്ലിന് ആരിയോണിൻ്റെ കഴിവുകൾ, പോയറ്റിക് ക്വാളിറ്റീസ് ഒന്നും ഇല്ലാത്ത, യാതൊരു കഴിവുകളില്ലാത്ത ഒരു നോർമൽ പോയറ്റായിട്ടാണ് ഷാഡ്വെല്ലിനെ പോയറ്റ് ഇതിൽ ചിത്രീകരിക്കുന്നത്. നെക്സ്റ്റ് ഷാഡ്വെല്ലിനെ ഫിഷുമായിട്ടാണ് ഡ്രിഡൺ കമ്പയർ ചെയ്യുന്നത്. അതായത് തേംസ് നദിയിൽ സ്വിം ചെയ്യുന്ന ഒരു കൂട്ടം ഫൂളിഷ് ഫിഷുകളെയാണ് അദ്ദേഹത്തിൻ്റെ പോയറ്റിക് വർക്ക്സുകൾ കമ്പയർ ചെയ്യുന്നത്. ഈ ഒരു മെറ്റഫർ യൂസ് ചെയ്യുന്ന ഒരു സറ്ററിക്കൽ കമൻട്രി പോലെയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പോയട്രിയിലുള്ള ലാക്ക് ഓഫ് ഡെപ്ത്, ക്രിയേറ്റിവിറ്റി, ഇൻ്റലക്ച്വൽ മെറിറ്റിനെ കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. ഷാഡ്വെല്ലിനെ ഒരു കൂട്ടം ഫോളിഷ് ഫിഷുകൾ കമ്പാരിസൺ നടത്തുന്ന സമയത്ത് ഡ്രൈഡന് ഷാഡ്വെല്ലിൻ്റെ ലിറ്റററി കോൺട്രിബ്യൂഷനെ കൂടിയാണ് അദ്ദേഹം പരിഹസിക്കുന്നത്. ഇതിൽ ഷാഡ്വെല്ലിൻ്റെ ലിറ്റററി കോൺട്രിബ്യൂഷൻസ്, അതായത് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ മറ്റുള്ള ഫേമസ് ആയിട്ടുള്ള പോയിറ്റ്സ് എഴുതിയിട്ടുള്ള സബ്സ്റ്റൻസസോ അല്ലെങ്കിൽ പോയട്രിക് സ്കില്ലോ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് അക്വാട്ടിക് ഇമാജറി യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ യൂസ് ചെയ്തിട്ടുള്ള ഇമാജറി എന്ന് പറയുന്നത് യാതൊരു ലക്ഷ്യബോധം ഇല്ലാതെ ഒഴുകി നടക്കുന്ന ഫിഷുകൾ പോലെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു അക്വാട്ടിക് ഇമേജറി യൂസ് ചെയ്യുന്നത് ഒരു ലെയർ ഓഫ് ഹ്യൂമർ പോലെയാണ് അദ്ദേഹം ഈ ഒരു അക്വാട്ടിക് ഇമേജറി യൂസ് ചെയ്യുന്നത്. ഇതിൽ നെക്സ്റ്റ് ഒരു മോക്ക് ഹീറോയിക് കമ്പാരിസൺ ആണ് പറയുന്നത്. അതായത് ഷാഡ്വെല്ലിൻ്റെ മണ്ടൈൻ ക്വാളിറ്റീസ്, അതായത് നോർമലി ഉണ്ടാകുന്ന ക്വാളിറ്റീസിന് ഒരു എപ്പിക് പ്രൊപ്പോർഷനായിട്ടാണ് ഈ ഒരു കമ്പാരിസൺ നടത്തുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രേറ്റ് ഈക്വലൈസർ ഓഫ് മാൻ കൈൻഡ്, അതായത് ആ ഒരു ഡൾനെസ്സിലൂടെ അദ്ദേഹത്തെ ഒരു മാൻ കൈൻഡിനെ ഈക്വലൈസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിക്ക് എക്സാജറേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു എക്സാജറേറ്റ് ചെയ്യപ്പെട്ടുള്ള ഈ ഒരു കമ്പാരിസണ് സറ്റയറിലൊരു ലെയർ ഓഫ് ഹ്യൂമറാണ് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് ഇമാജറി ഓഫ് ഷാഡ്വെൽസ് കൊറോണേഷൻ ആണ്. കൊറോണേഷൻ എന്ന് പറഞ്ഞാൽ രാജാഭിഷേകം എന്നുള്ള അർത്ഥമാണ്. അതായത് ഈ ഒരു എൻറ്റയർ പോമിലും അദ്ദേഹം എപ്പിക് ട്രഡീഷനെ മോക്ക് ചെയ്തുകൊണ്ട് ഒരു ഷാഡ്വെല്ലിന് ഒരു കൊറോണേഷൻ, രാജാഭിഷേകത്തിൻ്റെ ഒരു ഇമാജറിയാണ് ഈ ഒരു പോമിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കൊറോണേഷൻ, അതായത് ഈ ഒരു രാജാഭിഷേകത്തിൻ്റെ ഈ ഒരു കമ്പാരിസണ് കാരണം ഷാഡ്വെല്ലിൻ്റെ ലാക്ക് ഓഫ് ക്വാളിറ്റീസിനെ ഇല്ലാതാക്കിയിട്ട് അദ്ദേഹത്തിന് ഒരു പെർഫെക്റ്റ് മാൻ എന്നുള്ള രീതിക്കുള്ള ഒരു ഇമാജറിയാണ് ഇതിലൂടെ അദ്ദേഹത്തിന് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഡ്രിഡണ് ഷാഡ്വെല്ലിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഇമാജസ് എന്ന് പറയുന്നത്.